ഹായ് ഫ്രണ്ട് സ്റ്റോറിക്ക് പോവാ. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താ അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഇത് അത് മാരേജ് ചെയ്യുന്ന ഒരാൾ വന്നായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് 3 പേര് വന്ന് ജിമ്മിന് ഫയൽ കൊടുത്ത് കാട്ടിയായിരുന്നു. എന്താ ജിമ്മിൻ മാം ഇത് ജിമ്മിൻ വന്ന് എന്നാ എടുത്ത് നോക്കുമെന്ന് പറയായിരുന്നു. ഹീറോ ആ കോൺട്രാക്ട് വായിച്ച് ഷോക്കായിരുന്നു. എന്താ നീ പറഞ്ഞത്? പ്ലീസ് ഞങ്ങളെ മാരേജ് കഴിക്കൂ എന്ന് കേട്ട ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതൊന്നും സെറ്റല്ലെന്ന് ഹീറോയി പറയായിരുന്നു. അതുകൊണ്ട് 3 പേർ മുറക്കായിരുന്നു ഹീറോയിനെ. ഇതിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഇല്ലേ എന്ന് പറഞ്ഞ ഹീറോയി. നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആണ്, ഞാൻ ഇങ്ങനെ മാരേജ് കഴിക്കാൻ പറ്റൂ എന്ന് 3 പേർ പറയായിരുന്നു ഹീറോയി. ഈ മാരേജ് നടക്കണം എന്ന് 3 പേർ ഹീറോയിൻ നോക്കി പറയായിരുന്നു. ഹീറോയിൻ അമ്മ എന്ത് അച്ഛന് വന്ന് കേൾക്കായിരുന്നു. എന്താ മോളെ ഇവരെ ഞാൻ മാരേജ് കഴിക്കണം പറയായിരുന്നു. എന്നായിട്ട് പറയാം ആൻറ്റി, നിങ്ങളെ മകൾ എന്നെ മാരേജ് കഴിക്കുമോ? ഇല്ലേ നിങ്ങളെ മകളെ ആരെ മാരേജ് കഴിക്കുമോ? ഇങ്ങനത്തെ മാരേജ് കഴിച്ച് കൊടുക്കുന്നതിന് എന്നെ 3 പേർ പറയുന്നത്. അത് കേട്ട് ആൻറ്റി ശരിയുടെ മുമ്പ് പറയുന്നത് ഒരാളെ മാരേജ് കഴിക്കൊന്നും പറ്റുപ്പാ, 3 പേരെങ്ങനെ? അവർ 3 പേർ കഴിഞ്ഞു തുടങ്ങി. പ്ലീസ് മാം, പ്ലീസ് ആൻറ്റി, പ്ലീസ് നിങ്ങളെ മാരേജ് കഴിക്കും. അങ്ങനെയായിട്ട് ഹീറോയിന് പറയായിരുന്നു. ഹീറോയിൻ്റെ മുമ്പ് ഡാഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ വഴിയില്ല. അത് തിരിഞ്ഞ ഒരു വോയിസ് കേൾക്കായിരുന്നു. ഹീറോയിൻ്റെ അമ്മ ഷോക്കായിരുന്നു. നോക്കുക ആരായിരുന്നു? 3 പേരെ മമ്മി പറയായിരുന്നു. അല്ല 3 പേരെ മമ്മി വന്നായിരുന്നു. ഹീറോൻ്റെ മമ്മ ഡാഡി വന്ന് പ്ലീസ് പാ ഇവരെ മാരേജ് കഴിച്ച് കൊടുക്ക്, എൻ്റെ മക്കളാണ്, ഇവർക്ക് ഒരു ആശയാണ് എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഡാഡി കുറു ഹീറോയുടെ ഡാഡിനെ നോക്കുമായിരുന്നു. അടുത്ത് വന്നായിരുന്നു. നിക് നെയിം വിളിക്കായിരുന്നു. അയാൾക്കൊന്നും മനസ്സിലല്ലേ. തിരിഞ്ഞ് ശ്രദ്ധിച്ച് ഹീറോയുടെ ഡാഡി കുറു നോക്കായിരുന്നു. 2 പേരും ഒരു ചോടി വരി ഭാഗത്തായിരുന്നു. ഹീറോയ്ക്ക് പേടിയായി. എന്താ 2 പേർ തല്ലൊക്കെ പോകുന്നത്. അങ്ങനെ പറഞ്ഞ മച്ച എന്നെ പോയിട്ട് കെട്ടി വിളിച്ചായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ്. ഹീറോയുടെ ഡാഡി അങ്ങനെ ഫോറിൻ എന്നെ പഠിക്കാൻ കൊറിയക്ക് വന്നായിരുന്നു. 2 പേരും ഒരു കോളേജ് ഫ്രണ്ട്സായിരുന്നു. എന്താണോ നീ പറയുന്നത്? നിൻ്റെ കുട്ടികളാ? അതേടാ, ഇതാണ് പ്രശ്നം വന്നത്. ഹീറോയുടെ ഡാഡിനെ മനസ്സിലിരിക്കുക. ജോസ് പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകനെ കൂടെ മാരേജ് കഴിക്കും, മകൻ കൂടെ. അത് മാത്രമല്ല ട്രിപ്പിൾസ് ആണ് എന്ന് പറയായിരുന്നു. അപ്പോൾ നീയാണോടാ എൻ്റെ ഫോറിൻ ഫ്രണ്ട്? ഞാൻ ഓർക്കായിരുന്നു. എനിക്ക് നിറയെ ഫ്രണ്ട് ഉണ്ട്. അതിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ജീം ബെസ്റ്റ് ഫ്രണ്ട്. നീ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീയടാ ഇത് എന്ന് പറഞ്ഞു. ഹീറോ ഡാഡിക്കോടെ ജാതകം നോക്കുമ്പോൾ അച്ഛനും അമ്മയും പിന്നെ കൂടെ പറയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും കൂടെ പോയിരുന്നു. ജോസാരി പറഞ്ഞത് ശരിയാ എന്ന് പറയായിരുന്നു. അത് ഓർക്കാൻ അമ്മേനോടൊക്കെ ആരെയും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നീയാണോ ഫ്രണ്ട് പറഞ്ഞത്? ഹീറോ ഡാഡി സമ്മതിച്ചു. അമ്മയ്ക്ക് ഷോക്ക്. ശരിപ്പാ മാരേജ് കഴിച്ചോ എന്ന് പറയുന്നത്. ഹീറോ സൈൻ ചെയ്ത കോൺട്രാക്ട് പറയായിരുന്നു. ഹീറോ ടെൻഷൻ കോൺട്രാക്ട് കൊടുത്തായിരുന്നു. കോൺട്രാക്ട് അങ്ങനെയായിട്ട് ഹീറോ സൈൻ ചെയ്ത് മുറിക്കായിരുന്നു 3 പേര്. ശരി കോൺട്രാക്ട് പറഞ്ഞിട്ട് മാനെ പറ്റിച്ച് എന്ന് പറഞ്ഞ് 3 പേരും ഉണ്ടാതിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ സമ്മതിച്ചു. കോൺട്രാക്ട് മാരേജ് എന്ന് കഴിക്കും. ഞാൻ പറഞ്ഞു ഹീറോയിൻ മുറിക്കായിരുന്നു. ശരി മാം, നിങ്ങൾ പറഞ്ഞാൽ മതി, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതിൽ ഹീറോയിൻ കോൺട്രാക്ട് മാരേജ്, അതിൽ മാരേജ് കഴിച്ചില്ല, ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹീറോയിൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ മാരേജ് കഴിച്ച് 3 പേരെ മുറക്കായി. ഇൻഡ്യസ് മാരേജ് ആയിരുന്നു. ഞാൻ ബാക്കി അവസരം മനസ്സിലായില്ല. അതുകൊണ്ട് അതിലൊരു ഗുരുജി പറയായിരുന്നു. അതെ, ഹീറോയിൻ്റെ അച്ഛനെ നോക്കിയ ഗുരുജി, ഒരു വയസ്സായ ഗുരുജി, ഇവളെ തലയിട്ട് 3 പേരെ മാരേജ് കഴിക്കണം എന്ന് ഗുരുജി പറയായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായിരുന്നു. ഈ ഗുരുജി പറഞ്ഞായിരുന്നു. അതിൽ ഗുരുജി പറഞ്ഞായിരുന്നു. അതൊക്കെ അടുത്ത് ഗുരുജി പറഞ്ഞു ഇവളെ ജോഷ്യത്തിലുണ്ട്, അതെ ഇവൾക്ക് മുമ്പേ ഉണ്ട് എന്ന് ഗുരുജി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും വായ്മടിയായിരുന്നു. ഹീറോയ്ക്ക് തല ടെൻഷൻ, എന്താ ഇവിടെ നടക്കുന്നായിരുന്നു. ഹീറോയി മൂക്കായിരുന്നു 3 പേര്. അങ്ങനെ 3 പേരെ കൂടെ ഹീറോയി കുറച്ച് നാൾ ഇവിടെയായിരുന്നു. പിന്നെ കൊറിയക്ക് പോകാൻ പറഞ്ഞു. പിന്നെ കൊറിയ സൈസ് മാരേജ് അങ്കിൾ, നിങ്ങൾ കുറച്ച് നാൾ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഹീറോയിൻ്റെ ഡാഡി ഹീറോയിൻ്റെ ഡാഡി പറയാൻ തുടങ്ങി. ഹലോ സാർ, എനിക്ക് കുറച്ച് നാൾ ലീവ് ഉണ്ടോ, അതുകൊണ്ട് എനിക്ക് പോവേഴ്സ് വരാൻ പറ്റില്ല. ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കോൾ ചെയ്ത് സെക്രട്ടറിയോട് ഡീറ്റെയിൽസ് മൊത്തം പറയായിരുന്നു. ഞാൻ വരുന്ന മുമ്പ് എല്ലാം പാക്കിങ് ചെയ്ത് വെക്കണം. ഓക്കെ സാർ, എല്ലാം റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞു. ഹീറോയുടെ ഡാഡി കൂടെ അവർ 3 പേര് അവരുടെ വീട്ടിൽ പോയി. ഹീറോയും മുറിക്കായിരുന്നു. ഫ്ലാറ്റിൽ താമസിക്കാൻ 3 ദിവസം സമ്മതിച്ചില്ല. ഞങ്ങളെ കൂടെ താമസിക്കുമെന്ന് പറഞ്ഞു. ഹീറോയിന് ടോർച്ചർ. ഹീറോയ്ക്ക് ടെൻഷനായി. ശരി നിങ്ങളോട് താമസിക്കാം എന്ന് പറഞ്ഞു. ഹീറോ അവരുടെ കൂടെ ഒരു വേറെ റൂം എടുത്ത് താമസിക്കായിരുന്നു. 3 പേർക്ക് വേഗം സാഡായിരുന്നു. എന്താ അങ്ങനെ ഹീറോയി ക്ലാസ് എടുക്കുമായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ചിരിക്കായിരുന്നു. മച്ചി എന്താടി എന്താ നടന്നോ കൂടി ഈ 3 പേരെ എന്ത് ചെയ്യാം എടി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ചിരിക്കായിരുന്നു.
ആ ഇവരെ വെച്ച് ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അതിൻ്റെ കൂടെ അവർക്ക് തന്നെ ക്ലാസ് എടുക്കായിരുന്നു. ക്ലാസ് എടുത്തിട്ട് ഹീറോയെ മുറിച്ചിട്ട് പോകുമായിരുന്നു. ഇങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം ഹീറോയ്ക്ക് മാരേജ്, ഹീറോയുടെ മമ്മി ഡാഡി വന്നായിരുന്നു. കുറേ ദിവസം മാരേജ് നടന്നു. അങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ കോൺട്രാക്ട് ഇത് നോക്കി ഹീറോയി ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കാൻ 3 പേരെ ഹീറോയിനെ വെച്ച് കണ്ണെടുക്കാൻ സ്ട്രൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് ഹീറോയി പോയായിരുന്നു. ഇവരെ വെച്ച് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് ഹീറോയി പോയിരുന്നു. 3 പേര് പറയുന്നു നമ്മൾ പ്രശ്നം എന്തോടാ എന്ന് പറഞ്ഞു. അതിൽ ആ പ്രൊഫസർ ഹീറോയിനെ പുറകെ നിൽക്കുന്ന ആ പ്രൊഫസർ വന്ന് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്തു. അത് 3 പേർ വന്ന് ആ പ്രൊഫസറിനെ തിരിഞ്ഞു നോക്കുക. ആ പ്രൊഫസർക്ക് തല്ലി ആര് കൊടുത്തത് അറിയില്ല. പാവ പ്രൊഫസർ വീണ്ടും വന്നായിരുന്നു. അയ്യോ ഇവർ 3 പേർ വീണ്ടും വന്നു അത് എന്ന് പറഞ്ഞു. പ്രൊഫസർക്ക് പേടിയായി 3 പേരെ കണ്ട്. ഇവനാണല്ലോ അടിച്ചത് എന്ന് കണ്ട ആ പ്രൊഫസർ പേടിച്ച് അവിടെ നിന്ന് പോയിരുന്നു. മുറക്കായിരുന്നു പ്രൊഫസറിന്. സോറി പാ ഇന്ന് എനിക്ക് പുറകിലും എടുക്കല എന്ന് പറഞ്ഞ് ആ പ്രൊഫസർ പേടിച്ച് ഓടിപ്പോയിരുന്നു. പ്രൊഫസറിന് റിവെഞ്ച് എടുക്കാൻ പോലെ തല്ലിയതാ. ഹീറോയിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ പ്രൊഫസർ മനസ്സിലായി ഇവൾ കൂടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് തല്ലും എന്ന് പേടിച്ച് അവിടെ നിന്ന് പോയി. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി അവർക്ക് ക്ലാസ് എടുക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ മമ്മി ഡാഡി പറഞ്ഞു എപ്പടി ബേബി വെച്ച് തരാം നിനക്ക് വയസ്സായി. സെക്കൻഡ് ഇയർ എത്തി ഞാൻ പഠിപ്പിക്കാം. ഇവരെ വെച്ച് എന്താ ചെയ്യാൻ ഹീറോയിനൊക്കെ ടെൻഷനായിരുന്നു. നോക്കി മോർക്കായിരുന്നു. നിങ്ങൾക്ക് എന്താ പാറ്റി, നിങ്ങൾക്ക് 20 വയസ്സായി. എന്താ മാം പറയണത്? അതെടാ നിങ്ങൾക്ക് 20 വയസ്സ്, എനിക്കിപ്പോൾ 28 വയസ്സ്. നിങ്ങൾക്ക് പറഞ്ഞൊന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഹീറോയിൻ മുറക്കായിരുന്നു. ഇല്ല മാം അത് മാം നിങ്ങൾക്കിപ്പോൾ 27 വയസ്സാ, 28ആയില്ല എന്ന് പറയായിരുന്നു. ഹീറോയിൻ മുറക്കായിരുന്നു. മാം അതൊക്കെ മാം ഇത് മുറക്കണേ എന്ന് പറഞ്ഞു. ഹീറോ ടെൻഷൻ നടന്നു പോയായിരുന്നു. 3 പേർക്ക് ഒന്നും മനസ്സിലായില്ലേ. മാം എന്തിന് നമ്മളുടെ ദേഷ്യപ്പെടുന്നു എന്ന് അവർക്ക് 3 പേർക്ക് മനസ്സിലായി. നമ്മളെ വൈഫല്ലേ എന്നെ ഹീറോയുടെ സമ്മതമൊക്കെ നോക്കിയായിരുന്നു. ഹീറോ ഒരു ദിവസം എന്താടാ നടക്കുന്നത് പറഞ്ഞ് ഹീറോയിൻ ശരി തണ്ണി എന്താ ജ്യൂസ് തന്നെ കുടിക്കാൻ പറഞ്ഞേ. 3 പേർ വേണ്ട അത് കുടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഹീറോ എടുത്ത് കുടിച്ച്. അയ്യോ കുടിച്ചല്ല തലയ്ക്ക് 3 പേർ കൈ വയ്ക്കാതെ അത് വൈനാണ്. ഹീറോ കുടിച്ച് ബോധമായി എന്ന് ഹീറോ വാക്കെന്നല്ല പറയാൻ തുടങ്ങിയാണ്. 3 പേർ തല കൈ വെച്ചായിരുന്നു.